ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നാച്ചോസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ്. തലശ്ശേരിക്കാരുടെ ഇഷ്ടവിഭവമാണ്. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ പീസ് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായി മൂത്ത് വരട്ടെ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിനാണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ആ കണക്കിലാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അത് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി ചേർത്ത് കൊടുക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഒന്ന് നന്നായി ഇളക്കി വേവിക്കാൻ വെക്കാം. ഇടയ്ക്ക് ചോറൊന്ന് ഇളക്കി കൊടുക്കാം. ചോറായിട്ടുണ്ട്, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഗീയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇവയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത് അതും ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും ഞാൻ ക്വാണ്ടിറ്റി പറയുന്നില്ല. അത് നിങ്ങളുടെ ചിക്കൻ്റെ അളവനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്ക് സവാള ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി ഇവയും ചേർത്ത് നന്നായി വഴറ്റാം. ഇനി 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ മേലെയായിട്ട് ഒരു വാഴയില വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചോറ് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ഇട്ട് കൊടുത്ത് അതിന് മേലെ വറുത്ത സവാളയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അതിന് മേലെ ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ സവാളയും ഗരം മസാലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ഫോയിൽ വെച്ച് കവർ ചെയ്യാം. നന്നായി അടച്ച് വെച്ച് ഒരു 40 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ചിക്കൻ വേവേണ്ടതല്ല. ഇതിപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക്
റെഡിയായോ നോക്കാം. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഈ വാഴയിലൊന്ന് മാറ്റിയെടുക്കാം. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ല സ്വാദിഷ്ടമായ ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെരുന്നാളിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.